എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചക്ക കൊണ്ട് ഒരു അട ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. എനിക്ക് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ മുറി നാളികേരം, 2 അച്ച് ശർക്കര ചീകിയിട്ടത്, ഇത്തിരിയോളം ജീരകം, 4 ഏലക്കായ. ചക്ക വെരുകി വെച്ചുള്ള ചക്കയാണ് ഇത്. ഇനി നമ്മൾ ഇതിൽ കുഴച്ചുണ്ടാക്കാനാണ് കേട്ടോ. പൊടിയിൽ ഒഴിക്കാനുള്ള വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഉപ്പിടുക, അത് നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ എടുത്തിട്ട് പൊടിയിൽ ഒഴിക്കുക. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച വെള്ളം നമ്മൾ ഈ പൊടിയിലേക്ക് നന്നായി ഒഴിച്ച് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി എനിക്ക് നമ്മൾ വരട്ടി വെച്ച ചക്കേനെ ഇതിലെടുത്ത് മിക്സ് ചെയ്യണം. അരിപ്പൊടി ചക്കി മിക്സായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നാളികേരം അതിൻ്റെ കൂടെ ശർക്കര ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പൊടിച്ച് വെച്ചുള്ള ജീരകവും ഏലക്കായും ഇടന്ന് അത് ഇതിലിട്ടുണ്ട് കേട്ടോ. നന്നായി കുഴയ്ക്കുക. നമ്മൾ ഇലയെടുത്ത് ഇതിൽ കുറച്ചെടുത്തിട്ട് അങ്ങനെ വയ്ക്കുക. ഒന്ന് ഇത്തിരി വെള്ളം നനച്ച് കഴിഞ്ഞാൽ കയ്യുമ്മൽ പോരില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വെള്ളം എടുത്ത് നനയ്ക്കുക. അങ്ങനെ വെള്ളം തൊടുക, അപ്പോൾ കയ്യുമ്മ ഒട്ടില്ല, പൊടി ഇത് പരത്തി. കനം കുറച്ച്, ഞാൻ ഇത്തിരി കനം കുറച്ചുണ്ട്. കനം കൂട്ടണമെങ്കിൽ കനം കൂട്ടാം. കനം കുറച്ചുണ്ടാക്കിയുള്ളത് മതി. ചെറിയ അടകളാട്ടോ. അപ്പോൾ ഇങ്ങനെ പരത്തി മടക്കി വയ്ക്കുക. ഇതുപോലെ എല്ലാവരുടെയും ഇതുപോലെ ചെയ്യാം. ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ ആവിയമ വേവിക്കാനുള്ള ഇതിലാണ് ഞാൻ ചെയ്തേക്കണത്. അരിപ്പൊടിയാണ് എടുത്തുള്ളത്. ചക്കയുള്ളപ്പോൾ ചക്ക വെരുകി വെച്ചിട്ടുണ്ടായിരുന്നതാണിത്. ഇതുപോലെ ചെറിയ അടകളായിട്ട് ഉണ്ടാക്കി നമുക്ക് ആവിയമ വേവിക്കാം. ഞാൻ ഇഡ്ഡലി ചെമ്പിലാണിത് വേവിക്കണത്. ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് അട അങ്ങനെ ആവിമലിക്കാണ് ഇട്ടിട്ട് അതിലേക്കുള്ള അടയുണ്ട് ദൂരെ വെച്ച് വേവിക്കാണ്. നമ്മളത് അടച്ച് വയ്ക്കാം. അടച്ചു. അട വെന്തുണ്ട്. നമ്മളതിനെ തുറന്നു. അട വെന്തുണ്ട്. ഇനിയിപ്പോൾ അതിന് നമ്മൾ എടുക്കാൻ പോവുകയാണ്. അതെ, നന്നായി വെന്തുണ്ട് അട. നമ്മൾ ഇട്ടാൽ പോരെ.
നമ്മുടെ ചക്കട റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.